بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. أعوذ بالله السميع العليم من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ ഇവിടുത്തെ മഹല്ല് ജമാഅത്ത് ഖാളിയും ബഹുമാനപ്പെട്ട ദീനിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന പാത്തൂർ ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വഅത്തിലായി അവന്റെ തൃപ്തിയിലായി ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ വളരെയധികം പ്രായം ചെന്ന ഈ സമയത്ത് പോലും നമ്മോട് കൂടെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മോട് സഹകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിന്റെ കീഴിലായി ദീർഘകാലം നമുക്കൊക്കെ ദീനിന് സേവനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ ഇവിടത്തെ പ്രഗത്ഭരായ മുദരിസ് ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ അഷ്റഫി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ദാരിം ഉസ്താദ്, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അനവധി എന്നെക്കാളും വലിയ വലിയ ശിഷ്യഗണങ്ങളുടെ ഉസ്താദ് അവറുകളാണ്. നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടതും ബഹുമാനപ്പെട്ടവരെയാണ്. വണ്ടി പാർക്കിംഗ് ചെയ്യാനും മറ്റുമൊക്കെ ഒരു സംഘാടകനെ പോലെ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ്. മാത്രല്ല, ഇവിടെ സ്വാഗതത്തിൽ പറയുകയുണ്ടായി, 32 വർഷക്കാലം ഒരു സംഘടന ജൈത്രയാത്ര നടത്തണമെങ്കിൽ അതിന്റെ വിജയം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് അല്ലാഹു അവന്റെ ത്വഅത്തിലായി തൃപ്തിയിലായി ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദാരിമി ഉസ്താദ് കടബ അവറുകൾ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഒരുപാട് കൊല്ലങ്ങളായി കടബയില് ദീനീ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ച്
അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സവന്റെ ത്വഅത്തിലെ തൃപ്തിയിലെ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഇവിടെ അടുത്ത മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദായിട്ടുള്ള ഹനീഫ ഫൈൽ ഉസ്താദ് അവറുകളെ, അതേപോലെ ഇവിടെ വേദിയിലുള്ള ഒരുപാട് പേരെടുത്ത്, അതേപോലെ ഇവിടുത്തെ മദ്രസയുടെ പ്രഗത്ഭനായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട അസ്സരി ഉസ്താദ് അവറുകളെ, അതേപോലുള്ള മറ്റുള്ള ഒരുപാട് പണ്ഡിത സുഹൃത്തുക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരിൽ നല്ലവരായ ദീനീ സ്നേഹികളായ നാട്ടുകാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തീങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടട്ടെ. ഈ സംരംഭം ഇവിടെ നടത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള എല്ലാ അധ്വാനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഖിയാമത്ത് നാൾ വരെ ഈ ജമിയത്തുൽ മുതഅല്ലിമീൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ കീഴിൽ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ആരുടെ മണ്ണിന്റെ ഉള്ളിലാണ്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകട്ടെ. അവരിറക്കി വെച്ച സ്ഥലം കണ്ണെത്താ ദൂരത്തേക്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാമുകമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വലിയ വലിയ ഉസ്താദുമാരെ ഇരുത്തിയിട്ട് എനിക്കങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു സ്ഥൈര്യം ഇല്ല എന്നത് വസ്തുതയാണ്. പിന്നെ നിങ്ങൾ നോട്ടീസിലും മറ്റുമൊക്കെ പേരിട്ടിട്ട് എന്നെ വിളിപ്പിച്ചത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവ് നമ്മിൽ നിന്ന് വിട പറയാനുള്ളതാണ് എന്ന വസ്തുത നമുക്കെല്ലാം അറിയും. പക്ഷേ അതിനെ സംബന്ധിച്ചിട്ടുള്ള ബോധം നമ്മിൽ ഇല്ല എന്നത് വളരെ വലിയ ഖേദകരമാണ്. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോ ദുനിയാവല്ല നമ്മുടെ ജീവിതം ആഖിറ ലോകമാണ്. അവിടെയാണ് നാം യഥാർത്ഥ നിലയ്ക്ക് ജീവിക്കേണ്ടത്. ഇവിടെ ഒരു യാത്രക്കാരനെ പോലെ നാം സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ചില നിയമങ്ങൾ, ചില വിധിവിലക്കുകൾ വെച്ചിട്ടുണ്ട്. ചിലത് ചെയ്യണം, ചിലത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള വലിയ ഒരു ചാർട്ട് അഥവാ ശരീഅത്ത് നമ്മുടെ മുന്നിലുണ്ട്. ആ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ശരീഅത്തിന്റെ നിയമങ്ങൾ കേവലം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2000 മണിക്കൂർ അല്ലെങ്കിൽ അതിലേറെ മണിക്കൂറുകൾ പ്രസംഗിക്കുന്നത് കൊണ്ടോ എഴുതുന്നത് കൊണ്ടോ വായിക്കുന്നത് കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. അത്രയും ഗഹനമായ വിഷയങ്ങളാണ് ശരീഅത്തിന്റെ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ശരീഅത്തിന്റെ വിഷയത്തിൽപ്പെട്ട ചില വളരെ ചെറിയ ചില കാര്യങ്ങൾ ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്ത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മിമ്പറിൽ കയറിയാൽ ഓതാതിരിക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴെല്ലാം മിമ്പറിൽ കയറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഓതുന്ന ഒരു ആയത്തുണ്ട്. മിമ്പറിൽ കയറുമ്പോൾ എന്നല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുമ്പോഴെല്ലാം ഓതുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സഹാബി വര്യർ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഓരോ സെക്കൻഡുകളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് ഓതണമെങ്കിൽ അതിന്റെ അർത്ഥതലം എത്ര വിശാലമായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക, എന്ന് നാം ചിന്തിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് നമ്മുടെ ഖതീബ് ഉസ്താദ് ഓതുന്ന ഒരു ആയത്തും കൂടിയാണത്. അങ്ങനെ ഓതിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട നുബാത്തിയത്തുൽ മിസ്രിയ റഹിമഹുല്ലാഹി തങ്ങള്
അവരുടെ ഖുത്ബന്റെ ഏടിൽ പോലും ആ ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും ومن يطع الله ورسوله فقد فاز فوزا عظيما. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്ര വിശാലമാണ് ഈ ആയത്ത്, എത്ര മനോഹരമാണ് ഈ ആയത്ത്. അൽഹംദുലില്ലാഹ്. ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോ എന്റെ പാത്തൂർ ജമാഅത്തിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. ആദ്യമേ ഞാൻ പറയട്ടെ, വളരെ കുറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ഫഖദ് ഫാസ ഫൗസൻ അലീമാ, അതിനക്ക് നമുക്ക് ഭാഗ്യം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകരെ കൊണ്ടും വിശ്വസിക്കേണ്ടുന്ന സകല കാര്യങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. മുഅ്മിനീങ്ങളെ, എത്ര ഗൗരവത്തിലാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ കല്യാണമായിക്കോട്ടെ, നമ്മൾ വീട് കെട്ടുന്നതായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, ഹലാലിലേക്ക് ബാത്റൂമിലേക്ക് പോകുന്നത് പോലും ആയിക്കോട്ടെ, നമ്മുടെ ഹറക്കാത്ത് സക്കനാത്തുകള് അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അതാണ് അള്ളാഹു പറയുന്നത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. മിനിങ്ങളെ, എന്നിട്ട് അല്ലാഹു പറയുന്നത് വഖൂലൂ ഖൗലൻ സദീദാ, അള്ളാഹു നമ്മളെ വിളിച്ചു പറയുകയാണ്. പാത്തൂരിലെ ഓരോ സത്യവിശ്വാസികളെയും അള്ളാഹു വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈ പാത്തൂരിലെ മണ്ണിലെ ഓരോ സത്യവിശ്വാസികളെയും, ഓരോ മുഅ്മിനീനെയും, ഓരോ മുഅ്മിനാത്തിനെയും അള്ളാഹു വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ. എന്നെ സൂക്ഷിക്കലോട് കൂടെ വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്കുകൾ പറയണേ. നിങ്ങൾ നല്ല വാക്കുകൾ പറയണേ. നിങ്ങൾ നല്ല വാക്കുകൾ പറയണേ. ഒരു സ്വഹാബി വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഹദ്ദിസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹദ്ദിസിനി ബി അംരിൻ അയതസിമു ബിഹി, നബിയെ എനിക്കൊരു കാര്യം പറഞ്ഞു തരിക, ആ കാര്യം കൊണ്ട് ഞാൻ കാവലിനെ തേടിക്കൊള്ളാം, അഥവാ ഈ ദുനിയാവിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ സ്വീകരിച്ചു കൊള്ളാം. നബിയെ എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ? ആ കാര്യം അനുസരിച്ച് ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചു കൊള്ളാം നബിയെ. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ നബിയെ എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ അരികിൽ വന്ന് ചോദിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖുൽ റബ്ബി അല്ലാഹ്, നീ പറയണേ എന്റെ റബ്ബ് അല്ലാഹു ആണ്.
അത് നീ പറയണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഏത് പ്രതിസന്ധിയിലും ഏത് ബുദ്ധിമുട്ടിന്റെ അവസരങ്ങളിലും ഞാൻ പറയേണ്ടത് അല്ലാഹ്. അതിനേക്കാളും വലിയ മാധുര്യമില്ല, അതിനേക്കാളും വലിയൊരു ഇസ്മില്ല, അതിനേക്കാളും വലിയൊരു ദിക്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദുന്യവിക ലോകത്ത് രക്ഷപ്പെടാൻ സദാസമയം അല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞും കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്ക്, ചരിത്രത്തില് എത്ര എത്ര വലിയ വലിയ മശായിഖന്മാരാണ്. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖ് തങ്ങളെ പോലോത്ത ഖദ്ദസല്ലാഹു സിർറൽ അസീസ്, ഇമാം സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തങ്ങളെ പോലോത്ത, അഹ്മദുൽ ബദവി തങ്ങളെ പോലോത്ത, ഇബ്രാഹിം ദസൂഖി തങ്ങളെ പോലോത്ത, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈദുൽ അജ്മീരി തങ്ങളെ പോലോത്ത, ബഹുമാനപ്പെട്ട അബി യസീൻ ഷാദുലി ഖദ്ദസല്ലാഹു തങ്ങളെ പോലോത്ത എത്ര എത്ര വലിയ വലിയ മഹാരഥന്മാരാ. അവരൊക്കെ അല്ലാഹ് എന്ന ഇസ്മിനെയല്ലേ മുറുകെ പിടിച്ചത്, അവരൊക്കെ അല്ലാഹുവിലേക്കല്ലേ ജനങ്ങൾ അടുപ്പിച്ചത്, അവരൊക്കെ എപ്പോഴും പറഞ്ഞത് അല്ലാഹ് എന്ന് പറഞ്ഞും കൊണ്ടിരിക്കണേ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ നീ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട്, മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച്, മനസ്സുകൊണ്ട് കരുതിയിട്ട്, മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട്, നാവ് കൊണ്ട് അല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കൊരു തെറ്റും ചെയ്യാൻ തോന്നില്ലടാ മോനെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് പറയുന്നത്, എന്റെ റബ്ബ് അല്ലാഹ് എന്ന് നീ പറയുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സുമ്മസ്തഖിം സുമ്മസ്തഖിം, പിന്നെ നീ ദീനിൽ ചൊവ്വായി ജീവിക്കുക. അതേ ആശയമാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ഈ പാത്തൂരിലെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതേ വാചകമാണ് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ, നാളെ ആഖിറ ലോകത്ത് വിജയിക്കാൻ, ഖബറിൽ രക്ഷപ്പെടാൻ, മഹ്ശറയിൽ രക്ഷപ്പെടാൻ, സിറാത്ത് പാലത്തിന് മുകളിൽ മിന്നലിന്റെ വേഗതയിൽ വിട്ടുകിടക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് സുമ്മസ്തഖീം, നീ എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞിട്ട് നീ ദീനിൽ ചൊവ്വായി ജീവിക്കുക. ബഹുമാനപ്പെട്ട സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ. എന്റെ പാത്തൂരിലെ ഓരോ മുഅ്മിനീങ്ങളും ബഹുമാനപ്പെട്ട സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദ്യം മനസ്സിലാക്കണോ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, ഞാൻ ഏറ്റവും പേടിക്കേണ്ടത് എന്തിനെയാണ് റസൂലേ? നിങ്ങൾ എന്റെ മേലെ പേടിക്കുന്നതും എന്തിനെയാണ് റസൂലേ? സുബ്ഹാന ജല്ല വഅല. എന്റെ പാത്തൂല മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, നാളെ ഇസ്രായേൽ അലൈഹിസ്സലാം നമ്മുടെ അരികിലേക്ക് വരുമ്പോ, റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോ, ഈമാനോട് കൂടെ യാത്രയാവണ്ടയോ പ്രിയപ്പെട്ടവരെ? ആ ഈമാനോട് കൂടെ യാത്രയാവണമെങ്കിൽ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്തിനെയാണ് റസൂലേ? നിങ്ങൾ എന്നിൽ പേടിക്കുന്നതും എന്തിനെയാണ് റസൂലേ എന്ന് സുഫിയാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതെന്നറിയോ? ഫഅഖദ ബിലിസാനി നഫ്സിഹി, അവിടുന്ന് സ്വന്തം നാവിനെ പിടിക്കുകയാണ്. ഫഅഖദ ബിലിസാനി നഫ്സിഹി, അവിടുന്ന് സ്വന്തം നാവിനെ പിടിക്കുകയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിനെ പിടിച്ചിട്ട് സുമ്മകാല, പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ ഹാദാ സുഫിയാനേ റളിയല്ലാഹു അൻഹു, ഇതിനെയാണ് നീ ഏറ്റവും പേടിക്കേണ്ടത്, ഇതിനെയാണ് ഞാൻ ഏറ്റവും പേടിക്കുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ആ സ്വഹാബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങള് എല്ലാ സമയത്തും ഓതുന്ന ആയത്തിന്റെ ഒരു ഭാഗമല്ലേ, വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയുക.
നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയുക. മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു നിഅമത്താണ് നമുക്ക് തന്നത്, സംസാരിക്കുക എന്നുള്ളത്. അല്ലേ? എത്ര വലിയ നിഅമത്താണ്. സംസാരശേഷി നഷ്ടപ്പെട്ട ജനങ്ങളെ കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംസാരിക്കാൻ തന്ന ആ കഴിവിനെ കുറിച്ച് ഞാൻ ഓർത്തുപോകും. നിങ്ങൾ ഇപ്പോൾ എന്നെ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു. ഞാൻ ഇതാ മൈക്കിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാ ഞാൻ പ്രസംഗിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള ഈ സംസാര വൈഭവം കൊണ്ട് മാത്രമാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില വീടുകളിലേക്കൊക്കെ പോയാൽ അവിടുത്തെ ചില ഉപ്പമാർ വന്നിട്ട് പറയും, ഉസ്താദേ, എന്റെ കുട്ടിക്ക് സംസാരശേഷി കുറവാണ്, തപ്പിപ്പിടുത്തമാണ്, വിക്കാണ്, അല്ലേ? ഇങ്ങനെ എന്തൊക്കെ പറയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരശേഷി നമുക്ക് തന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനും നിങ്ങളും കാണേണ്ടത്. പക്ഷേ ഇന്ന് ആ സംസാരശേഷിയെ വേണ്ടതുപോലെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നത് വലിയ ഖേദത്തിന്റെ സംഗതിയാണ്. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തശ്ഹദ റജുലുൻ മിന്നാ യൗമ ഉഹദിൻ. ഉഹദിന്റെ ദിവസത്തിൽ ഞങ്ങളിൽപ്പെട്ട ഒരാൾ ഷഹീദായി. ഫവജദ അലാ ബത്നിഹി സഖ്റത്തുൻ മർബൂതത്തുൻ മിനൽ ജൂഅ്. ശക്തമായ വിശപ്പ് കാരണം രണാങ്കളത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയാതെ ബഹുമാനപ്പെട്ട ഒരു വലിയൊരു പാറക്കല്ല് വയറ്റിൽ വെച്ച് അത് കൂട്ടിക്കെട്ടിയിട്ടാണ് ആ സ്വഹാബി യുദ്ധരണാങ്കളത്തിലേക്ക് ഇറങ്ങിയത്. ഉഹദ് യുദ്ധം നമ്മൾ ധാരാളം കേട്ടതാണ്. സുബ്ഹാന ജല്ല വഅല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിൽ പാറക്കല്ല് വെച്ച് കെട്ടിയിട്ട് ആ സ്വഹാബി യുദ്ധരണാങ്കളത്തിൽ ഇറങ്ങി യുദ്ധത്തിൽ വെച്ച് ഷഹീദാവുകയാണ്. സുബ്ഹാന ജല്ല വഅല. ആ ഷഹീദായ ആ മകന്റെ മയ്യിത്ത് ഉമ്മ എടുത്ത് ഉമ്മാന്റെ കാലിന്റെ തൊടയുടെ മുകളിൽ കിടത്തുകയാണ് ആ പൊന്നുമോനെ. സുബ്ഹാന ജല്ല വഅല. ശത്രുക്കളോട് പടപൊരുതി ഷഹീദായ ആ സ്വഹാബിയുടെ മയ്യിത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മയ്യിത്ത് ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ മടിയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫമസഹതു ഉമ്മുഹു തുറാബ അൻ വജ്ഹിഹി. മകൻ ഷഹീദായി വീഴുമ്പോ മകന്റെ മുഖത്ത് മണ്ണ് കായിട്ടുണ്ട്. ആ മണ്ണിങ്ങനെ തടവുകയാണ്, ആ മണ്ണിങ്ങനെ തുടച്ചു കളയുകയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ. ഷഹീദിൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ പ്രിയപ്പെട്ട മകന്റെ മുഖത്തിലുള്ള മണ്ണ് തുടച്ചും കൊണ്ട് ആ ഉമ്മ പറയുകയാണ്, ഹനീ അല്ലക യാ ബുനയ്യ അൽ ജന്ന. പ്രിയപ്പെട്ട മോനെ, നീ സങ്കടപ്പെടണ്ട മോനെ, നീ ദുഃഖിക്കണ്ട. ഹനീ അല്ലക, നിനക്കാണ് മംഗളോ, നിനക്കാണ് സന്തോഷോ, നിനക്കാണ് അഭിമാനം. അൽ ജന്ന, പ്രിയപ്പെട്ട മോനെ, നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്ന് പ്രിയപ്പെട്ട മകന്റെ മയ്യത്ത് മടിൽ കടത്തിയിട്ട് മകന്റെ മുഖത്തുള്ള മണ്ണ് തുടച്ചിട്ട് ഉമ്മ പറയുമ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മായുദിരീകി ഉമ്മ, നിന്റെ മകന്, നിങ്ങളുടെ മകന് സ്വർഗത്തിലാണെന്നുള്ള വിവരം നിങ്ങൾക്ക് എങ്ങനെയാ ലഭിച്ചത്? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅദീ വയംനഉ മാ ലാ യദുറു. സുബ്ഹാന ജല്ല വഅല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ച് ചോദിക്കുകയാണ്. നിങ്ങളെ ആ രംഗൊന്ന് ചിന്തിച്ചു നോക്കി. ഉഹദ് യുദ്ധമാണ്, ആ യുദ്ധത്തിലാ ഷഹീദാകുന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പാറക്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ആ പ്രിയപ്പെട്ട സുഹാബി.
എന്നിട്ടാ യുദ്ധം ചെയ്തത്. വലിയ സാഹസമാണ് പരിശുദ്ധ ദീനിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ആ മകൻ മരിച്ചപ്പോ ആ മകന്റെ മുഖത്തുള്ള മണ്ണ് തുടച്ചും കൊണ്ടാണ് ഉമ്മ പറയുന്നത്, ഹനീ അല്ലക്കയാ ബുനയ്യ, പൊന്നുമോനെ നിനക്ക് സന്തോഷം, അൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്, ഇനി ഒന്നും ബേജാറാവണ്ട, എനിക്ക് സ്വർഗത്തിലേക്ക് പോവാം. അപ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, മാ യുദിരീകി, ഈ മോൻ സ്വർഗത്തിലാണെന്ന് ഇവർ എവിടെ നിന്ന് കിട്ടി? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനി, നിങ്ങളെ മകന് ആയേക്കാമല്ലോ ആവശ്യമില്ലാത്തൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടാകാമല്ലോ, ആവശ്യമില്ലാത്തൊരു കാര്യം സംസാരിച്ച നിങ്ങളെ മകന് എങ്ങനെയാ ഉമ്മ സ്വർഗത്തിൽ പോകുന്നത് എന്ന് ഉഹുദിൽ ഷഹീദായ മകനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും നാവിന്റെ അവസ്ഥ എന്താ? എത്ര പേരെയാ ഞാനും നിങ്ങളും ചീത്ത പറഞ്ഞിട്ടുള്ളത്? എത്ര പേരെയാ ഞാനും നിങ്ങളും വിഷമിപ്പിച്ചിട്ടുള്ളത്? സുബ്ഹാന ജല്ല വഅലാ, നമ്മളെ നാവ് കൊണ്ട് എത്രയാ ഗീബത്ത് പറഞ്ഞിട്ടുള്ളത്, എത്രയാ നമീമത്ത് പറഞ്ഞിട്ടുള്ളത്, എത്രയാ ഫിത്ന ഫസാദ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, രണാങ്കളത്തിൽ ഷഹീദായ സ്വഹാബിയെ പോലും രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ഫഖദ് ഫാസ ഫൗസൻ അലീമാ എന്ന് പറഞ്ഞ ദൗത്യത്തിലേക്ക്, എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടാകുമോ എന്ന് അള്ളാന്റെ റസൂല് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര തങ്ങന്മാരെയാ കുറ്റം പറയുന്നത്, എത്ര ഉസ്താദുമാരെയാ കുറ്റം പറയുന്നത്, മഹല്ല് കമ്മിറ്റിക്കാരെ വരെ നമ്മൾ കുറ്റം പറയാറില്ലേ? സ്വന്തം ബാപ്പയെ പോലും ചീത്ത പറയാറില്ലേ? സ്വന്തം ഉമ്മയെ പോലും ചീത്ത പറയാറില്ലേ? അയൽവാസികളുമായി പിണക്കം കൂടാറില്ലേ? നമുക്ക് വിജയിക്കാൻ പറ്റോ? അതാണ് പ്രിയപ്പെട്ടവരെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഏത് സമയത്തും പറഞ്ഞിരുന്നത്, ഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്ക് പറയുക. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുകയാണ്, മൻ നജാതു യാ റസൂലല്ലാഹ്, മൻ നജാതു യാ റസൂലല്ലാഹ്, മൻ നജാതു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഈ ദുന്യവിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, അഥവാ രക്ഷപ്പെടാനുള്ള കാരണം ഏതാണ് നബിയേ എന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അംസിക് അലൈക ലിസാനക, അംസിക് അലൈക ലിസാനക, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക. എന്നാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള കാരണം അതാണ്, രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. അംസിക് അലൈക നഫ്സക, നിന്റെ സ്വന്തം നാവിനെ, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക, അഥവാ നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നാവിനെ നിയന്ത്രിക്കുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു കലാമിൻ ഇബ്നി ആദമ അലൈഹി ലാ ലഹു ഇല്ലാ ദിക്റുല്ലാഹ് ഔ അംറ ബിമഅറൂഫ് ഔ നഹിയൻ അൻ മുൻകരി. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, കുല്ലു കലാമിൻ, കുല്ലു കലാം ഇബ്നി ആദമ, ആദം സന്തതികളുടെ അഥവാ ലോക ജനങ്ങളുടെ എല്ലാ സംസാരങ്ങളും അലൈഹി ലാ ലഹു, അലൈഹി അവനക്ക് കേടായിട്ടാണ് ബാധിക്കുക. നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളെല്ലാം കേടായിട്ടാണ് സംഭവിക്കുക, കേടായിട്ടാണ് ബാധിക്കുക. ലാ ലഹു, അനുകൂലമായിട്ടല്ല. നമ്മൾ എന്ത് സംസാരിച്ചാലും ആ സംസാരങ്ങളല്ലോ നമുക്ക് കേടായിട്ടാണ് ബാധിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് ചെല്ലുന്ന ദിക്റുണ്ടല്ലോ അത് മാത്രം നിനക്ക് അനുകൂലമായിട്ടുള്ളതാണ്, അല്ലാത്ത എല്ലാ സംസാരങ്ങളും നിനക്ക് കേടാണ്. ഔ അംറ ബിമഅറൂഫ്,
നിന്റെ നാവ് കൊണ്ട് നീ കൽപ്പിക്കുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതും നിനക്ക് അനുകൂലമാണ്. ഔ നഹിയൻ അൻ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോ അത് ചെയ്യല്ലടാ, അത് പ്രവർത്തിക്കല്ലടാ എന്ന് പറയുന്ന വാക്കും നിനക്ക് അനുകൂലമാണ്. അല്ലാത്ത എല്ലാ വാക്കുകളോ നിനക്ക് കേടാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ഈ രൂപത്തില് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാ രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ അതാണല്ലോ പറഞ്ഞത്, വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞ നിങ്ങൾ അമലുകൾ നന്നാക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് നല്ല നല്ല അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുന്നതുമാണ്. വമൻ യുതിഇല്ലാഹ വറസൂലാ, അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും ആരാണോ വഴിപ്പെടുന്നത്, അഥവാ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ആരാണോ സ്വീകരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളെ ആരാണോ സ്വീകരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അലീമാ, തീർച്ചയായും അവരാണ് വണ്ണമായ വിജയം വരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പാത്തൂരിലെ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ദുനിയാവിന്റെ അല്ലറ ചില്ലറ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പലരെയും ഫളിയത്താക്കുകയാണ്, പലരെയും കളിയാക്കുകയാണ്, പലരെയും ചീത്ത പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോട് കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നേരം വെളുത്തിട്ട് ഈ സമയം വരേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതിൽ അല്ലാഹുവിന്റെ ദിക്ർ എത്രയാണ്, നല്ലത് കൊണ്ട് കൽപ്പിച്ച വാക്കുകൾ എത്രയാണ്, വെറുക്കപ്പെട്ടത് കൊണ്ട് വിരോധിച്ച വാക്കുകൾ എത്രയാണ്. വളരെ ദുർലഭമല്ലേ? എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു നല്ല ബോധം തരട്ടെ, അല്ലാഹു നല്ല ബോധം തരട്ടെ, അല്ലാഹു നല്ല ബോധം തരട്ടെ, അല്ലാഹു നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരാവാൻ പാടില്ല നമ്മൾ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മൻ കാന ഹിമ്മത്തുഹു മാ യദ്ഖുലു ബത്നഹു, വയറിലേക്ക് എന്താ ആക്കുക, വയറിലേക്ക് എന്താ പ്രവേശിപ്പിക്കുക, അഥവാ ദുന്യാവിന് വേണ്ടി എന്താ ചെയ്യുക എന്ന ഒരു കാര്യം, എന്നൊരു നിയ്യത്ത്, എന്നൊരു ഹിമ്മത്ത് മാത്രം വെച്ചിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ കാനത്ത് ഖീമത്തുഹു മാ യഖ്റുജു മിൻഹാ സുബ്ഹാന ജല്ല വഅല, എന്നാൽ നിന്റെ വില നിന്റെ വയറിൽ നിന്ന് പുറപ്പെടുന്ന ആ സാധനത്തിന് അത്രയേ ഉള്ളൂ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ദുനിയാവിൽ നമ്മുടെ കച്ചവടം ഒന്ന് വികസിക്കാൻ വേണ്ടി കളവ് പറയുകയാണ്, മകളുടെ കല്യാണം ശരിയാവാൻ വേണ്ടി കളവ് പറയുകയാണ്, ഇല്ലേ? എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഞാൻ നിങ്ങളും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഗീബത്ത് നമീമത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാന ജല്ല വഅല. അങ്ങാടിയിലും മറ്റുമൊക്കെ ഇരുന്ന് നമ്മൾ സ്വറ പറയുമ്പോ, സംസാരിക്കുമ്പോ നമുക്ക് നമ്മുടെ വിഷയങ്ങളല്ല പറയാനുള്ളത്, മറ്റു പലരുടേതുമാണ്. മുത്തുമിനീങ്ങളെ, അവര് പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ, അവര് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് എന്റെ പാത്തൂല മുഅ്മിനീങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാഹി തങ്ങളുടെ അരികിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ഒരു വ്യക്തി കടന്നു വന്നിട്ട് ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറയുകയാണ്, ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ്, അവിടെ തന്നെ ഒന്ന് ഉപദേശിച്ചാലും എനിക്ക് വിജയിക്കണം, എനിക്ക് നല്ലവനാവണം, എനിക്ക് രക്ഷപ്പെടണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറയാണ്, എന്നെ ഒന്ന് ഉപദേശിക്കുക. ഉടനെ ഇബ്രാഹിം അദ്ഹം തങ്ങള് ആ വന്ന മനുഷ്യനോട് പറയുകയാണ്, ഇഫ്തഹിൽ മഅഖൂദ്,
ഇഫ്തഹിൽ മഅഖൂദ് വഅഖദിൽ മഫ്തൂഹ് എന്ന് ഇബ്രാഹിം നബി തങ്ങള് ആ വ്യക്തിയോട് പറയുകയാണ്. ആ വ്യക്തിയോട് പറയുമ്പോ ആ വ്യക്തി പറയുകയാണ്, ലാ അഫ്ഹമു മാ തഖൂൽ, തങ്ങളവറുകളെ നിങ്ങൾ എന്താണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇഫ്തഹിൽ മഅഖൂദ്, കെട്ടിയിട്ടതിനെ തുറന്നു വിടുക, ഓപ്പണാക്കുക. വഅഖദിൽ മഫ്തൂഹ്, തുറന്നിടപ്പെട്ടതിനെ കെട്ടിയിടുക എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങൾ പറഞ്ഞത്. ആ വ്യക്തിക്കത് മനസ്സിലായില്ല. മനസ്സിലാവാതെ വന്നപ്പോൾ ഇബ്രാഹിം തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, ഇഫ്തഹിൽ ഹിമ്യാൻ, ഇഫ്തഹിൽ ഹിമ്യാൻ, നിന്റെ പണസഞ്ചി കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അതിനെ തുറന്നു വിടുക. അഥവാ നിന്റെ സമ്പത്തുകളൊക്കെ നീ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഈ സംഘടന ഇവിടെ നിലനിൽക്കാൻ വേണ്ടി നിങ്ങളെ വിലപ്പെട്ട സ്വതക്ക ആവശ്യമുണ്ട് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു വിടുക. അങ്ങനെ തുറന്നു വിട്ടാ രക്ഷപ്പെടാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, വഅഖദിൽ ലിസാൻ, വഅഖദിൽ ലിസാൻ, നാവിനെ കെട്ടിയിടുക, നാവിനെ നിയന്ത്രിക്കുക. അതാണ് അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബി വന്ന് ചോദിച്ചപ്പോ, ബഹുമാനപ്പെട്ട ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുക. ഇതേ ഉപദേശമാണ് ഇബ്രാഹിം നബി തങ്ങള് ഉപദേശം തേടിയ മനുഷ്യനോട് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കുക, എന്നാ നമുക്ക് രക്ഷപ്പെടാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലസഅക ബൈതുക, നിന്റെ വീട് നീ വിശാലമാക്കുക. ദീനീ ചുറ്റുപാടുകൾ നടക്കുന്നതാവണം നിന്റെ വീടുകള്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മളെ വീടുകളുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഹറാമിയത്ത് നിറഞ്ഞു പോയില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീട് അല്ലാഹ് കൊഴിപ്പെടുന്ന വീടാണോ? അല്ലാഹുവിനെ പേടിക്കുന്ന വീടാണോ പ്രിയപ്പെട്ടവരെ? ബഹുമാനപ്പെട്ട ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു രക്ഷ ചോദിച്ച് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് രണ്ടാമതായിട്ട് പറഞ്ഞത്, നിന്റെ വീട് നീ വിശാലമാക്കുക. മൂന്നാമത് പറയുന്നത്, വബകി അലാ ഖതീഅതിക, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ആലോചിച്ച് നീ കരയുക. സുബ്ഹാന ജല്ല വഅല. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. എന്താണ് ആ വീഡിയോ നൽകുന്ന മെസ്സേജ് എന്നറിയോ? നിന്റെ ജീവിതത്തിൽ ബാക്കിൽ പോയ കാര്യങ്ങളെ കുറിച്ച് നീ ചിന്തിച്ച നിന്റെ ജീവിതത്തിലേക്ക് വിജയിക്കാൻ പറ്റൂല എന്ന് ഉപദേശം നൽകുകയാ. സുബ്ഹാനല്ലാഹ്, എത്രയോ പേര് ആ വീഡിയോക്ക് ലൈക്ക് ഇടുകയാ, എത്രയോ പേര് സ്റ്റാറ്റസ് വെക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കിനെതിരാണ് ആ മെസ്സേജ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി ഏതെങ്കിലും നൈമിഷിക സെക്കൻഡില് അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ നമ്മുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയലല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പിതാവായ സയ്യിദുനാ അബൂനാ ആദം നബി അലൈഹിസ്സലാം അവരുകള് ഈ ലോകത്ത് വന്നിട്ട് 300 കൊല്ലങ്ങളാണ് കരഞ്ഞത്. 300 കൊല്ലങ്ങളാണ് കരഞ്ഞത്. അതിൽ 40 കൊല്ലക്കാലം തല പോലും ആകാശത്തേക്ക് ഉയർത്തിയില്ല. അല്ല എനിക്ക് പുറത്തു തരികയില്ലയോ, അല്ല എന്നെ സ്വീകരിക്കുകയില്ലയോ എന്നാലോചിച്ചിട്ട് 40 വർഷക്കാലം തല പൊന്തിച്ചില്ല എന്ന് മഹാന്മാര് പറയുമ്പോ, റബ്ബനാ ലലംനാ അൻഫുസനാ
വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ഞങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്തവരാണ് അല്ലാ ഞങ്ങള്. അതുകൊണ്ട് പടച്ചവനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങള് പരാജിതൽ പെട്ടുപോകും അല്ലാ എന്ന് പറഞ്ഞിട്ട് 300 കൊല്ലമാ കരഞ്ഞത്. എന്റെ പാത്തൂരിലെ ജമാഅത്തുകാരോട്, എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട്? ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കരയാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങളും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ചിന്തിക്കുക. അള്ളാഹു നല്ല ബോധം തരട്ടെ. അള്ളാഹു നല്ല ബോധം തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമിനീങ്ങളെ, നാം ആദ്യമായി നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. നമ്മുടെ നാവ് നന്നായാൽ നമ്മുടെ എല്ലാം നന്നാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദം, ആദം സന്തതികൾ പ്രഭാതത്തിലായാൽ ഫഇന്നൽ അഅ്ലാ കുല്ലഹാ, ഫഇന്നൽ അഅ്ലാ കുല്ലഹാ, നമ്മുടെ എല്ലാ അവയവങ്ങളും തുകഫിറുൽ ലിസാൻ, തുകഫിറുൽ ലിസാൻ, നാവിന് കീഴ്പ്പെടുന്നതാണ്. നാവിന് കീഴ്പ്പെടും. അഥവാ നാവിനോട് മറ്റുള്ള നമ്മളെ കൈയും കാലും കണ്ണും ചെവിയുമൊക്കെ സംസാരിക്കും. എന്താ പറയാ? തഖൂലു, എല്ലാ അവയവങ്ങളും നാവിനോട് പറയുന്നത് ഇത്തഖില്ലാഹ ഫീനാ, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളെ കാര്യത്തിൽ നീ അല്ലാഹനെ സൂക്ഷിക്കണേ. ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങൾ നിന്നെ കൊണ്ടാണുള്ളത്. ഫഇനിസ്തഖംത ഇസ്തഖംനാ, നീ ചൊവ്വായ, നീ നന്നായ, നീ നല്ലവനായ, ഇസ്തഖംനാ, ഞങ്ങളും ചൊവ്വാകും, ഞങ്ങളും നന്നാകും. വഇൻ ഇവജജ്ത, നീ മുടന്തനായ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് നീ തെറ്റിപ്പോയാ, ഇവജജ്നാ, ഞങ്ങളും തെറ്റിപ്പോകും, ഞങ്ങളും മടന്തന്മാരാകുമെന്ന് നമ്മുടെ കൈയും കാലും കണ്ണും എല്ലാ അവയവങ്ങളും നാവിനോട് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച ദിവസം അസ്തമിച്ച് ഞായറാഴ്ച വന്നല്ലോ. ഇനി ഞായറാഴ്ച പകലിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോ നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മുടെ നാവിനോട് പറയാ, ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബികാ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നാവിന് ഇത്ര ഗൗരവമുണ്ടാവാൻ എന്താ കാരണോ? കൊല്ലങ്ങളോളം ചെയ്ത ഇബാദത്ത് നിന്റെ ഒരു വാക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. നിന്റെ ഒരു വാക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ എത്ര സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ജീവിതത്തിലുടനീളം ചെയ്ത ഒരുപാട് നന്മകള്, പക്ഷേ ഒരൊറ്റ സെക്കൻഡില് ഒരു വാക്ക് പറഞ്ഞ ആ അമലുകളെല്ലാം പൊളിഞ്ഞു പോയില്ലേ? ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കേണ്ടത് പോലെ വിളിക്കാതെ അപമര്യാദത്തിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഹബീബായ തങ്ങളെ ഹദറത്തിൽ സംസാരിക്കുന്നതെങ്കിൽ നീ അതുവരെ ചെയ്ത അമലുകളെല്ലാം പൊളിഞ്ഞു പോയി എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് വളരെ സ്നേഹത്തിൽ പറയാനുള്ളത്, എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിച്ച
ദുനിയാവും രക്ഷപ്പെടാം, ആഖിറവും രക്ഷപ്പെടാം. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും ഞാനും നിങ്ങളും കളിയാക്കാൻ പാടില്ല, ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, നാവ് കൊണ്ട് ആക്രമിക്കാൻ പാടില്ല. മഹാന്മാര് പറഞ്ഞത് കത്തി കൊണ്ട് ഒരാളെ വെട്ടി കൊലപ്പെടുത്തുന്നതിനേക്കാളും അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നതിനേക്കാളും ശക്തമാണ് നാവ് കൊണ്ടുള്ള മുറിവേൽപ്പിക്കല്. എന്തിലേറെ പറയണം പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഒരാൾക്ക് സിഹിർ ചെയ്താൽ ഈ സിഹിർ ഫലിക്കുന്നതിനേക്കാളും ആ വ്യക്തിക്ക് കേടായിട്ട് ഫലിക്കുക അവന്റെ വാക്കാണ് എന്ന് മഹാന്മാര് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രയും മൂർച്ചയാണ് നമ്മുടെ വാക്കുകൾക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ദിന്നൂനിൽ മിസ്രി റഹ്മത്തുള്ളാഹി തങ്ങള് ഒരവസരത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ചെറുപ്പക്കാരൻ ഇബാദത്തിലാണ്. ചെറുപ്പക്കാരന് സലാം പറയുകയാണ്. സലാം അടക്കുന്നില്ല. പകരം ആ ചെറുപ്പക്കാരൻ ഒരു കോലെടുത്ത് ഒരു കൊള്ളി കഷ്ണമെടുത്തിട്ട് ഭൂമിയിൽ എഴുതുകയാണ്, മുനി അല്ലിസാനു മിനൽ കലാമിലി അന്നഹു സബബുൽ ഹലാക്കി വജാലിബുൽ ആഫാതി فإذا انقطعت فكن لربك ذاكرا لا تنسه واحمده في الحالات. എന്നാ ചെറുപ്പക്കാരൻ എഴുതി വെക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? മുനിയൽ ലിസാനോ, നാവിനെ തടയപ്പെട്ടിരിക്കുന്നു. മിനൽ കലാമി, സംസാരത്തിനാൽ. സുബ്ഹാന ജല്ല വഅല. ഒരാൾ സലാം പറഞ്ഞാ സലാം അടക്കൽ നിർബന്ധമാണല്ലോ. പക്ഷേ ആ സ്വാലിഹായ ചെറുപ്പക്കാരൻ പേടിക്കുകയാണ്. സംസാരം തുടങ്ങിയ ഹറാമായ സംസാരങ്ങൾ വന്നേക്കുമോ? അത്രയും വലിയ സൂക്ഷ്മതയാണ് അവർക്ക്. പ്രിയപ്പെട്ടവരെ, കാരണം എന്തെന്നറിയോ? അവർക്ക് മരണത്തെ പേടിയുണ്ടായിരുന്നു. എന്താ പേടി എന്നറിയോ? ഈമാൻ കിട്ടി മരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ മോശമാണെങ്കിൽ ഈമാൻ കിട്ടി മരിക്കൂല. അല്ലാഹു കാക്കട്ടെ. അങ്ങനെയായിരുന്നു അവർക്ക് പേടി. സുബ്ഹാനല്ലാഹ്. നാളെ എന്നെ ഖബറിൽ കടത്തിയ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ അവസാനം നംകനൗമത്തിൽ അറൂസ് എന്നോട് പറയുമോ? അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താ എന്നവരെ ഖബറിനെ കുറിച്ച് പേടിച്ചിരുന്നു, മഹ്ശറെ കുറിച്ച് പേടിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ ഘട്ടങ്ങളെ കുറിച്ചും വല്ലാതെ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ സലാം അടക്കുന്നത് പോലും തടസ്സം ചെയ്തിട്ട് ഭൂമിയിൽ സലാം അടക്കിയിട്ട് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എഴുതിയത് മുനി അൽ ലിസാനു മിനൽ കലാം, സംസാരിക്കല്ല, നാവിനെ തടയപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണമെന്നറിയോ? ദിന്നൂനിൽ മിസ്രി തങ്ങളോട് ആശയം പങ്കിടുകയാ. ലിഅന്നഹു സബബുൽ ഹലാക്ക്, നാശത്തിനിക്കുള്ള കാരണമാണ് സംസാരം, നാശത്തിനിക്കുള്ള കാരണമാണ് നാവ്. വജാലിബുൽ ആഫാത്ത്, വലിയ വലിയ ആഫാത്തുകൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ നാവിലൂടെ വന്നേക്കുമെന്ന് ബഹുമാനപ്പെട്ട ദിന്നൂനിൽ മിസ്രി റഹിമഹുല്ലാഹി തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സത്യമാണതെന്നറിയോ? എത്ര സത്യമാണതെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്നൽ ബലാഅ മുവക്കലും ബിൽ കലാം. ഇന്നൽ ബലാഅ, തീർച്ചയായും പരീക്ഷണങ്ങളാകുന്നത്, മുവക്കലും ബിൽ കലാം, അത് സംസാരങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതാണ്. അതാണ് ദിന്നുൽ മിസ്രി റഹിമഹുല്ലാഹി തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ എഴുതി കൊടുക്കുന്നത്. മിനിങ്ങളെ, ഇത് വെറുതെ കേൾക്കേണ്ടതല്ല, ഇത് വെറുതെ കേൾക്കേണ്ടതല്ല. ഈ ദുനിയാവിൽ നമുക്കിവിടെ കൊറോണ വന്നു, വല്ലാത്ത പരീക്ഷണമായിരുന്നു.
നമ്മുടെ ജീവിതത്തിൽ പല ജാതി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതിന്റെയൊക്കെ കാരണം നമ്മുടെ സംസാരമായേക്കാം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഇന്നൽ ബലാഅ മുവക്കലും ബിൽ കലാം. ഒരു ഹദീസല്ല, നിരവധി ഹദീസുകൾ ഇത് സംബന്ധമായി വാരിതായിട്ടുണ്ട്. വലിയ വലിയ ബഹുമാനപ്പെട്ട ഉസ്താദുമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ കാരണമായി നമുക്കൊരു പക്ഷേ നാശം വന്നേക്കാം. ഒരു ചരിത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കുന്ന സമയത്ത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ നൈൽ നദിയിൽ ഇടുകയുണ്ടായി. അങ്ങനെ ആ കുട്ടി പെട്ടിയിലാക്കിയിട്ട് ഉമ്മ ആ നൈൽ നദിയിലേക്ക് എറിഞ്ഞ സന്ദർഭത്തിൽ ആ കുട്ടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നിട്ട് അത് കിട്ടിയത് മഹദിയായ ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലായിരുന്നു ആ കുട്ടി കിട്ടിയത്. അങ്ങനെ ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹിസ്സലാം, കുട്ടിയായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. കാണുമ്പോ ഉമ്മ പറയാണ്, അഥവാ ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ പറയാണ്, നമ്മുടെ ഉമ്മയാണത്. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന മഹദിയാണ് ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ. ആ മഹദിയോട് കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആസിയ ഉമ്മ പറയുകയാണ്, അഥവാ ഫിർഔനിന്റെ ഭാര്യ പറയുകയാണ്, വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ പറയുകയാണ്, ഖുർറത്തു ഐനിൻ ലീ വലക, ഖുർറത്തു ഐനിൻ ലീ വലക. ഓ ഫിർഔനേ, ഈ പിഞ്ചോമന കുട്ടി, ഈ പിഞ്ചോമന മോനെ എനിക്കും നിങ്ങൾക്കും സന്തോഷം നൽകുന്നതാണ്, കുളിർമ നൽകുന്നതാണ്. അതുകൊണ്ട് ലാ തഖ്തുലൂ, ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലരുതേ. അസാ അൻ യൻഫഅനാ, ഈ കുട്ടിയെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടും. ഔ നത്തഖിദഹു വലദാ, നമ്മൾ കല്യാണം കഴിച്ചിട്ടും നമുക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ട് ഈ കുട്ടിയെ നമുക്കൊരു മകനായി വളർത്താം, ഒരു കുട്ടിയായി ഒരു മോനായി സ്വീകരിക്കാം എന്ന് ഫിർഔനിന്റെ ഭാര്യ ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ ഫിർഔനിനോട് പറയുകയാ. ഈ ആയത്ത് ഓതി കൊടുത്തിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളോട് ഒരു വാക്ക് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാക്കെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളോട് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു വാക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫാത്തിം ബഹുമാനപ്പെട്ട ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ ഖുർറത്തു ഐനിൻ ലീ വലക എന്ന് ആസിയ ഉമ്മ പറഞ്ഞപ്പോ, ലൗ ഖാല ഫിർഔനു, ലൗ ഖാല ഫിർഔനു, ഫിർഔന് പറഞ്ഞിരുന്നുവെങ്കിൽ ഖുർറത്തു ഐനിൻ ലീ, എനിക്കും കൺകുളിർമയാണ്, വലക്കി ആസിയ റളിയല്ലാഹു അൻഹ, നിനക്കും ഈ കുട്ടി കൺകുളിർമയാണ് എന്ന് ഫിർഔനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ലകാന ലഹുമാ ജമീഅ, ലകാന ലഹുമാ ജമീഅ, അവർക്ക് രണ്ടാൾക്കും ഈ കുട്ടി ഉപകാരമാകുമായിരുന്നു. സുബ്ഹാന ജല്ല വഅല. പക്ഷേ ഖുർറത്തു ഐനിൻ ലീ വലക എന്ന് ആസിയ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ ഫിർഔൻ എന്താ പറഞ്ഞതെന്നറിയോ? ഫഖാല ലഹാ ഫിർഔനു ലഅനത്തുല്ലാഹി അലൈഹി, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ആസിയ ഉമ്മയോട് പറഞ്ഞു, അമ്മാലക്കി
ഫനിഅ്മാ വഅമ്മാലി ഫലാ. നിനക്ക് ഈ കുട്ടി കൺകുളിർമ തന്നെ, നിനക്ക് ഈ കുട്ടി അനുഗ്രഹം തന്നെ. പക്ഷേ എനിക്കനുഗ്രഹമല്ല, എനിക്കനുഗ്രഹമല്ല, എനിക്ക് കൺകുളിർമയല്ല എന്ന് ഫിർഔന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അങ്ങനെ ഫിർഔന് പറഞ്ഞ കാരണത്താൽ ഫകാന കദാലിക, ഫിർഔന് എന്താണോ പറഞ്ഞത് അതേപോലെയായി. വഹദാഹ അല്ലാഹു ബിഹി, ഈ കുട്ടിയെ കൊണ്ട് ആസി ഉമ്മക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയാണ്. ഈ കുട്ടിയെ കൊണ്ട് ഫിർഔന് അല്ലാഹു നാശം കൊടുക്കുകയുമാണ്. സുബ്ഹാന ജല്ല വഅല. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലാ പറയുന്നത്, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, എനിക്ക് കുളിർമയല്ല നിനക്ക് കുളിർമയാണ് എന്നാ ഫിർഔന് പറഞ്ഞത്. മറിച്ച് ഫിർഔൻ പറയാണ്, എനിക്കും നിനക്കും കൺകുളിർമയാണ് എന്നെങ്ങാനും ഫിർഔൻ പറഞ്ഞിരുന്നെങ്കിൽ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കുമായിരുന്നു, സ്വർഗാവകാശിയാകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കാണാം. ഒരു സ്വഹാബി, ഒരാളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ കയ്യിലാ ഭക്ഷണം കഴിക്കുന്നത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, വലത്തെ കയ്യിൽ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം ഭാഷ കാണിച്ചു, ഞാൻ വലത്തെ കയ്യിൽ ഭക്ഷണം കഴിക്കില്ല എന്ന്. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറയുകയും ചെയ്തു. ആ വാക്ക് പറഞ്ഞ കാരണത്താൽ പിന്നെ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന് വലത്തെ കൈ കൊണ്ട് തിന്നാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ഇന്നൽ ബലാ ഉക്കില ബിൽ കലാം, തീർച്ചയായും ബലാ, പരീക്ഷണങ്ങൾ, അത് വാക്കിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നമ്മൾ വലിയ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ, കർബലാ ചരിത്രം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവര് ഷഹീദായ വലിയ ദാരുണമായ നിലക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ട ആ സംഭവം കർബലാ, അതിനെക്കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. ഒരവസരത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹും കൂട്ടാളികളും കർബലാ സ്ഥലത്തിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത്, അവിടുത്തെ ജീവിതകാലത്ത് പറഞ്ഞ വാക്കാണ്, തീർച്ചയായും പരീക്ഷണം അത് വാക്കിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടതാണ് എന്ന്. അത് നടക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലായിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ, കൂട്ടാളികളോട് കൂടെ യാത്ര ചെയ്തു പോകുമ്പോ, ആ നാടിന്, ആ കർബലാ വന്ന ആ സ്ഥലത്തേക്ക് എത്തിയപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു സുയില അൻ ഇസ്മിഹ, ആ ബൽദത്തിന്റെ, ആ നാടിന്റെ പേരിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. ഈ നാടിന്റെ പേര് എന്താണ് എന്ന് ചോദിക്കപ്പെടുകയുണ്ടായി. കൂടെയുള്ളവർ പറഞ്ഞു കർബലാ, ഇത് കർബല ആണെന്ന് പറഞ്ഞു. കൂടെയുള്ളവര് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കർബല ആണെന്ന് പറഞ്ഞപ്പോ ഫഖാല, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കർബുൻ വബലാഉൻ. കർബല എന്ന് പറഞ്ഞപ്പോ അതിനെ ഒന്ന് ഹല്ല് ചെയ്തു ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്ത്? കർബുൻ വബലാഉൻ, വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടും, അങ്ങനെയാണ് ഈ നാടിന്റെ പേര് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. സുബ്ഹാന ജല്ല വഅല. ചരിത്രത്തിൽ പറയുന്നു ഫകാന കമാ കാൻ, ഫകാന കമാ കാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താണോ പറഞ്ഞത് അതാണ് പിന്നീട് സംഭവിച്ചത്, അല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സംസാരത്തെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സംസാരത്തെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സംസാരത്തെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഇന്നിത്ര മതി, അല്ലെങ്കിൽ നമ്മള് അജ്ജിന് പോവാണ്, അജ്ജിനൊന്ന് പോയി വന്നാ മതി, പിന്നെ എന്തായാലും ആവും. നമ്മളെ ശൈലികളാണത്. മോളെ കല്യാണം വന്നു, ഈ കല്യാണ ചന്തയിൽ നടന്നു കിട്ടിയാൽ മതി, പിന്നെ വേറെ അതൊന്നും നടക്കണ്ട.
അങ്ങനെ നമ്മളെ സംസാരം അങ്ങനൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ബഹുമാനപ്പെട്ട മലായിക്കത്തീങ്ങൾ ആമീൻ പറയും. മലായിക്കത്തീങ്ങൾ ആമീൻ പറഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഉമ്മമാർക്കെല്ലാം ഉണ്ട് ഒരു ശൈലി ഭർത്താക്കന്മാരോട് ഇല്ലേ, എത്ര നല്ലത് കൊണ്ടുപോയി കൊടുത്തിട്ടും ഒരു ദിവസം കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾ അങ്ങനെ തന്നെ, നിങ്ങൾ ഒന്നും എനിക്ക് കൊണ്ടു വരില്ല, എനിക്കൊന്നും കിട്ടാതെ പോട്ടെ നിങ്ങളെ കയ്യിൽ നിന്ന്, അങ്ങനെയൊക്കെ ചില ഉമ്മമാര് സഹോദരിമാര് പറയും. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ വളരെയധികം ഗൗരവത്തിലാണ് ഞാൻ നിങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ സംസാരത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ വലിയ നേട്ടമായിരിക്കും നമുക്ക് ലഭിക്കുക. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഇരുത്തി സുദീർഘമായ ഒരു പ്രസംഗം ഒരുപാട് നേരം പ്രസംഗിക്കുന്നത് അനുയോജ്യമല്ല എന്ന് എനിക്കറിയാം. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ നമുക്കൊരു പാഠം വേണം. എന്താ പാഠം? ഉസ്താദ് ഇന്ന് പ്രസംഗിച്ചത് നമ്മുടെ സംസാരത്തെ കുറിച്ചാണ്, നമ്മുടെ നാവിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇനി എന്റെ ആയുസ്സിൽ എന്റെ നാവിനെ, എന്റെ സംസാരത്തിനെ ഞാൻ വളരെയധികം സൂക്ഷിക്കും എന്ന വലിയൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഈ സദസ്സിൽ നിന്ന് ഞാൻ നിങ്ങളും പിരിഞ്ഞു പോവേണ്ടത്. മാത്രമല്ല ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നേരിൽ കണ്ട് പൊരുത്തപ്പെടിപ്പിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും, അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിന്റെ അരികിൽ പോയി അവരെ സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ ഞാനും നിങ്ങളും തയ്യാറാവണം. മുഅ്മിനീങ്ങളെ, ദുനിയാവല്ലല്ലോ നമ്മുടെ ജീവിതം ആഖിറ ലോകത്തെ ജീവിതമാണ്. ആ ആഖിറ ലോകത്ത് ഞാൻ നിങ്ങൾ ജയിക്കണമെങ്കിൽ ഉമ്മമാരുടെ ഭാഗത്തേക്കൊരു കവർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല ഒരു സംഖ്യ പ്രിയപ്പെട്ട ഉമ്മമാര് അതിലേക്ക് നിക്ഷേപിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാം ചെയ്യുന്ന എല്ലാ സ്വതക്കകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ ഖബറിന്റെ അരികിൽ പോയി അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നാം പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാണ് ദിന്നൂനിൽ മിസ്രി റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ എഴുതി കൊടുക്കുന്നത്. ലിഅന്നഹു സബബുൽ ഹലാക്കി വജാലിബുൽ ആഫാത്ത്. എല്ലാ നാശങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നത്, നാശത്തിനേക്ക് കാരണം നാവാണ്. സുബ്ഹാനല്ലാഹ്. 2-3 സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയുണ്ടായി. അതേപോലത്തെ ധാരാളം സംഭവങ്ങളുണ്ട്. എന്നിട്ട് ആ ചെറുപ്പക്കാർ ദിന്നൂൽ മസ്ജിദങ്ങൾക്ക് എഴുതി കൊടുക്കുകയാണ്. ഫൈദൻ ഖതഅത, നീ യാത്ര പോയാ ഫകുൽ റബ്ബിക ദാകിറാ, എപ്പോഴും നീ റബ്ബിനെ ഓർക്കുന്നവനായിക്കോ, നീ ദിക്ർ ചെല്ലുന്നവനായിക്കോ. ലാ തൻസഹു, റബ്ബിനെ നീ മറക്കണ്ട. വഹ്മദുഹു, ആ റബ്ബിനെ നീ സ്തുതി പറഞ്ഞോ. ഫിൽ ഹാലാത്ത്, നിന്റെ സർവ്വ സമയങ്ങളിലോ നിനക്ക് നിന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്ന, വലിയ ഖൈറാത്തുകൾ വന്ന, സുബ്ഹാനല്ലാഹ്, നീ അല്ലാഹുവിനെ സ്തുതിച്ചോ. നിന്റെ ജീവിതത്തില് വലിയ പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവിനെ നീ സ്തുതിച്ചോ. കാരണം നിന്റെ ആ സ്തുതി കൊണ്ട് വലിയ സ്ഥാനത്ത് നിനക്ക് എത്തിച്ചേരാം. മുഅ്മിനീങ്ങളെ, നമ്മുടെ മകളുടെ കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ദുആ ചെയ്ത് ആ ദുആക്ക് കബൂലിയത്തുണ്ടായി മകളുടെ കല്യാണം നടന്നു. അപ്പോൾ നീ എന്താണ് അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് എന്നാണ് അല്ലാഹുവിനെ നമ്മൾ സ്തുതി പറയേണ്ടത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ
അല്ലാഹുവിന് നമ്മൾ സ്തുതി പറയണോ. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. ഉമ്മ മകളെ കല്യാണം കഴിച്ചു, മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു. വർഷങ്ങൾ കുറെ കഴിഞ്ഞു, മോള് പ്രസവിക്കുന്നില്ല. വല്ലാത്ത ദുഃഖത്തിലാണ്. ഒരുപാട് നേർച്ചയും മറ്റൊക്കെ നേർന്നു. അങ്ങനെ അവസാനം മോള് ഗർഭിണിയാണെന്നറിഞ്ഞു. ഉമ്മ പറയണോ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. മഹാന്മാര് പഠിപ്പിക്കുന്ന ഹംദാണിത്. നീ ഒരു കാര്യം അല്ലാഹുവോട് ചോദിച്ചിട്ട് നിനക്ക് ആ കാര്യം ലഭിച്ചെന്നറിഞ്ഞാ നീ ഇങ്ങനെയാണ് അല്ലാഹുക്ക് സ്തുതി പറയേണ്ടത്. അല്ലാത്ത പക്ഷം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ് ഹംദ് പറയേണ്ടത് എന്ന് മഹാന്മാര് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അല്ലാഹുവിനെ സ്തുതിക്കുമ്പോ ആ പരീക്ഷണത്തിൽ ഒരു വിജയമാണ് നമുക്കുണ്ടാകുന്നത്. അതാണ് ദിന്നൂൽ മിസ്രി തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. വഹമദുഹു ഫിൽ ഹാലാത്ത്. അല്ലാഹു ഭാഗ്യം തരട്ടെ. സുബ്ഹാനല്ലാഹ്. ദിന്നൂൽ മിസ്രി തങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുത്തപ്പോ ദിന്നൂൽ മിസ്രി തങ്ങള് ആ പദ്യത്തിന്റെ ഒരു മറുപടി എഴുതി കൊടുക്കുകയാണ്. വമാ മിൻ കാതിബിൻ ഇല്ലാ സയബ്ലാ വമാ മിൻ കാതിബിൻ ഇല്ലാ സയബ്ലാ വയബ്ഖ അദ്ദഹ്റു മാ കതബത് യദാഹു. ദിന്നൂൽ മിസ്രി തങ്ങൾ ആ ചെറുപ്പക്കാരനോട് എഴുതി കൊടുക്കുകയാണ്. വമാ മിൻ കാതിബിൻ, ഒരു എഴുതുന്നവനുമില്ല, ഇല്ലാ സയബ്ലാ, അവൻ നശിച്ചിട്ടല്ലാതെ. നമ്മൾ വാട്സപ്പിലൂടെ എഴുതിയാലും അല്ലാതെ എഴുതിയാലും എഴുതിയവൻ ഒരു നാള് മരിച്ചു പോകുമല്ലോ, അവന് നശിച്ചു പോകുമല്ലോ. പക്ഷേ എങ്കില് അവന്റെ കൈ കൊണ്ട് എഴുതിയ കാര്യങ്ങളുണ്ടല്ലോ, അത് കാലം ഇവിടെ ശേഷിപ്പിക്കും, കാലം ഇവിടെ ബാക്കിയാക്കും. അതുകൊണ്ട് ദിന്നൂൽ മിസ്രി തങ്ങൾ എഴുതി കൊടുക്കുകയാണ്. ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. സുബ്ഹാന ജല്ല വഅലാ, സുബ്ഹാന ജല്ല വഅലാ. ഫലാ തക്തുബ് ബികഫിക, നിന്റെ കൈ കൊണ്ട് നീ എഴുതരുത്. ഗൈറ ശൈഇൻ, ഗൈറ ശൈഇൻ, ഒരു കാര്യമല്ലാതെ, ഒരു വസ്തുവല്ലാതെ. യസുറുക, നിന്നെ സന്തോഷിപ്പിക്കും. ഫിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. അൻതറാഹു, ഈ ദുനിയാവിൽ നീ എഴുതിയതുണ്ടല്ലോ, നാളെ ആഖിറ ലോകത്തിൽ നിനക്ക് കാണിച്ചു തരുമ്പോ, നീ കാണുമ്പോ, നാളെ ആഖിറ ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ ഈ ദുന്യവിക ലോകത്ത് നിന്റെ കൈ കൊണ്ട് നീ എഴുതരുതേ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ താക്കീതാ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പാതിരാ സമയത്ത് നിന്റെ കാമുകിക്ക് നീ അയച്ചു കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഉമ്മ കാണും, കുടുംബക്കാര് കാണും, വീട്ടുകാര് കാണുമെന്ന് കരുതിയിട്ട് നീ ഡിലീറ്റ് ആക്കിയാലും സുബ്ഹാനല്ലാഹ്, നീ എഴുതി അയച്ച വാക്കുകള് അള്ളാന്റെ അടുക്കൽ ഡിലീറ്റ് ആവൂല, അള്ളാന്റെ അടുക്കൽ മാഞ്ഞു പോവൂല. ദുനിയാവിൽ കൊട്ടക്കണക്കിന് നീ എഴുതിയത് നാളെ ആഖിറ ലോകത്ത് നിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ നീ വാവിട്ട് കരഞ്ഞു പോകും, നീ സങ്കടപ്പെട്ടു പോകും, നീ കൈവിരൽ കടിച്ചു പോകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. സുബ്ഹാന ജല്ല വഅല. സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് പറയാ, ഇഷ്ടമുള്ളത് എഴുതുക, ഇങ്ങനെ ആയിട്ടുണ്ട്. എനിക്ക് ആഖിറത്തിൽ വിജയിക്കണോ, എനിക്ക് എന്റെ ഈമാൻ സലാമത്താവണോ എന്നിങ്ങനെയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാതെയായി പോയിട്ടുണ്ട്. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുമിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ നമ്മൾ നല്ലോണം ജാഗ്രതയാക്കണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിയെ കേൾക്കാത്തവരില്ല.
ബഹുമാന മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ലമ്മ നദറത് അല്ലാ തതകല്ലമ, മഹദി സംസാരിക്കുകയില്ല എന്ന് നീർച്ച ചെയ്തപ്പോ വഹബിസത് ലിസാനഹ, മഹദി നാവിനെ നിയന്ത്രിച്ചപ്പോ ലിഅജ്ലില്ലാഹി തആല, അല്ലാഹു തആലാന്റെ കാര്യത്തിന് വേണ്ടി മഹദി നാവിനെ നിയന്ത്രിച്ചപ്പോ അത്തലഖല്ലാഹു സുബ്ഹാനഹു വ തആല ലിസാന സബിയിൻ ലാ യുഅറഫുൽ ഖിതാബ്, സംസാരം അറിയാത്ത കുട്ടിയുടെ നാവിനെ അല്ലാഹു സംസാരിപ്പിക്കുകയാണ്. അഥവാ മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് വാദിക്കാനുണ്ട്. പക്ഷേ വാദിക്കുമ്പോ അവൻ തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ ഹറാമായ വാക്ക് വന്നു പോകുമോ എന്നൊക്കെ പേടിച്ച് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചാൽ പിന്നീട് നമുക്ക് വലിയ രക്ഷയാണ്, വലിയ വിജയമാണ് ഉണ്ടാവുക. അതാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, നമുക്കറിയാം ചരിത്രം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നു. ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നപ്പോ അവരൊക്കെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കളിയാക്കി, വല്ലാതെ കളിയാക്കി. അവര് പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ, ഓ ഹാറൂന്റെ സഹോദരി, മാ കാന അബൂകി ഇംറാ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ, നിന്റെ ബാപ്പയോ നിന്റെ ഉമ്മയോ മോശപ്പെട്ടവരായിരുന്നില്ല, അവര് വളരെ നല്ലവരായിരുന്നു. മറിയമേ, നിനക്കിതെന്ത് പറ്റിപ്പോയി എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവര് കളിയാക്കുകയാണ്, അവര് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മറിയം ബീവിക്ക് പലതും പറയാനുണ്ട്. പക്ഷേ വഹബിസത് ലിസാനഹാ, മഹദി നാവിനെ പിടിച്ചു വെക്കുകയാണ്. അല്ലാഹുവിന്റെ കാരണത്തിന് വേണ്ടി നാവിനെ പിടിച്ചു വെക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല. മറിച്ച് മറിയം ബീവി എന്താ ചെയ്തതെന്നറിയോ? ഫഅശാറത്ത് ഇലൈഹി, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ഇശാറത്ത് ചെയ്യുകയാണ്. ഖാലൂ, അപ്പോൾ അവര് പറഞ്ഞത്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയാ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? അതിന് സംസാര പ്രായമായിട്ടില്ലല്ലോ, സംസാരിക്കുന്ന കിടാവല്ലല്ലോ, സംസാരിക്കുന്ന മോനല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആ മോനോട് ഞങ്ങൾ സംസാരിക്കുക? മറിയമേ, നീ എന്താണ് ഇശാറത്ത് ചെയ്യുന്നത്? നീ എന്താണ് കാണിക്കുന്നത് എന്ന് അവിടെ കൂടിയവര് മറിയം ബീവിയോട് പറഞ്ഞപ്പോ, സുബ്ഹാന ജല്ല വഅലാ, സുബ്ഹാന ജല്ല വഅലാ, അത്തലഖല്ലാഹു സുബ്ഹാനഹു വ തആല ലിസാന സബിയിൻ, സംസാര പ്രായമെത്തിയിട്ടില്ലാത്ത ആ കുട്ടിന്റെ നാവിനെ അല്ലാഹു സംസാരിപ്പിക്കുകയാ. മുത്തുമിനീങ്ങളെ, അല്ലാഹുവിന്റെ കുദരത്ത് അജയ്യമാണ്, അവന്റെ കുദരത്ത് വലുതാണ്. അതെത്ര തന്നെ പറഞ്ഞാലും അവസാനിക്കുകയില്ല. നാളെ മഹ്ശറാ ലോകത്ത് നമ്മൾ എത്തുമ്പോ ഈ ഭൂമി സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, കാല് സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, കയ്യ് സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വിരൽ തുമ്പുകൾ സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ ഓരോ രോമങ്ങളും സംസാരിക്കുമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവകൾക്കൊക്കെ സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുന്നതാ. എന്നതുപോലെ കുട്ടിയായ സംസാര പ്രായമെത്തിയിട്ടില്ലാത്ത മുഫസ്സിരീങ്ങൾ പറയുന്നു, പ്രസവിച്ചിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ചില മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖാല, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുകയാണ്, ഇന്നീ അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് അല്ലാഹു കിതാബ് നൽകിയിരിക്കുന്നു, അഥവാ എനിക്ക് കിതാബ് നൽകും. വജഅലനി നബിയാ,
എന്നെ അല്ലാഹു നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും എന്നെ അല്ലാഹു ബർക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. എന്നെ അല്ലാഹു ബർക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, എന്നോട് നിസ്കാരം കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വസ്സകാത്തി, സകാത്ത് കൊണ്ടോ, മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിക്കുന്ന കാലത്തോളം, ഞാൻ ജീവിക്കുന്ന കാലം എത്രയോ, ഞാൻ ജീവിക്കുമ്പോഴൊക്കെയോ നിസ്കാരം കൊണ്ട് എൻ്റെ അല്ലാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സകാത്ത് കൊടുക്കൽ കൊണ്ടും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മാക്ക് നന്മ ചെയ്യുന്ന നല്ല മോനായി അല്ലാഹു എന്നെ ആക്കിയിട്ടുണ്ട്. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ, പരാജയപ്പെട്ടവനോ എല്ലാറ്റിനും ഒതുക്കിക്കളയുന്ന അക്രമിയോ അല്ലാഹ് എന്നെ ആക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ, എൻ്റെ മേലിൽ രക്ഷയാണ്. യൗമ ഉലിതു, എന്നെ പ്രസവിക്കപ്പെടുന്ന ദിവസവും, വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും, വയൗമ ഉബഅസു ഹയ്യാ, എന്നെ പുനർജന്മമാക്കപ്പെടുന്ന ദിവസവും, രണ്ടാമത് ഹയാത്താക്കി ഖബറിൽ നിന്ന് എന്നെ രണ്ടാമതും ഹയാത്താക്കി മഹ്ശറിലേക്ക് യാത്രയാക്കുന്ന സമയത്തും അല്ലാഹ് എനിക്ക് രക്ഷ നൽകിയിട്ടുണ്ട്. എന്നിങ്ങനെ മണിമണിയായിട്ട് പിഞ്ചോമന പോലെ തൊട്ടിലിൽ കടന്നിട്ട് സംസാരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ടാ കുട്ടി അങ്ങനെ സംസാരിച്ചതെന്നറിയോ? അല്ലാഹ്ക്ക് വേണ്ടി മറിയം ബീവി റളിയല്ലാഹു അൻഹ സംസാരത്തെ നിയന്ത്രിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുക. മഹാന്മാര് പറയുന്നു, ഫമൻ ഹഫിള ലിസാനഹു, ഫമൻ ഹഫിള ലിസാനഹു, ആരാണോ നാവിനെ സൂക്ഷിക്കുന്നത്, ലിഅജ്ലില്ലാഹി തആല ഫിദ്ദുനിയാ, ദുനിയാവിലെ അല്ലാഹ്ക്ക് വേണ്ടി ആരാണോ നാവിനെ സൂക്ഷിക്കുന്നത്, അത്ലഖല്ലാഹു ലിസാനഹു ബിശ്ശഹാദത്തി ഇൻദൽ മൗത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിലേക്ക് വരാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അതേ പ്രിയപ്പെട്ടവരെ, അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് പിന്നൊരുത്തന്റെ പച്ചമാംസം തിന്നുന്നത് നമ്മൾ ഉപേക്ഷിച്ച, അയൽവാസിയെ ചീത്ത പറയുന്നത് ഒഴിവാക്കിയ, ഗുരുനാഥന്മാരെ, ഉസ്താദുമാര്, പണ്ഡിതന്മാര്, അഹ്ലു ബൈത്തുകളെ വേണ്ടാത്തത് പറയുന്നത് ഉപേക്ഷിച്ച, മഹാന്മാര് പറയുന്നത് അത്ലഖല്ലാഹു ലിസാനഹു, നിന്റെ നാവിന് അല്ലാഹു സംസാരിപ്പിക്കും. ബിശ്ശഹാദത്തി ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കൊണ്ട്, അഥവാ മരിക്കാൻ കിടക്കുമ്പോ ഈ ദുന്യവിക ലോകത്തിൽ യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കറിയാന് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ഈമാനിക കലിമത്ത്, ഇസ്ലാമിക ആവേശം അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു പോകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ ചെറുപ്പക്കാരാ, ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ പോയിട്ട് എന്തെല്ലാം വേണ്ടാത്ത വാക്കുകളാ മോനെ നീ പറയാറുള്ളത്. ഉമ്മ, സഹോദരി,
കോളേജിലേക്കും മറ്റുമൊക്കെ പോകുമ്പോ എന്തെല്ലാം വാക്കുകളാ പറയാറുള്ളത്. നല്ല മരണം കിട്ടൂല. അള്ളാഹ്ക്ക് വേണ്ടി നിന്റെ നാവിനെ നീ ശ്രദ്ധിച്ചാ. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ. ഒന്നല്ല രണ്ടല്ല, എത്ര സ്ഥലങ്ങളിലാ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് കാണാൻ കഴിയുക. അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിച്ച, ദിക്റ് മാത്രം പറഞ്ഞ, നല്ലതുകൊണ്ട് മാത്രം കൽപ്പിച്ച, കുടുംബത്തിലെ വീട്ടിലെ വെറുക്കപ്പെട്ട സംഗതികൾ കാണുമ്പോ അത് ചെയ്യല്ലടാ മോനെ എന്ന് പറഞ്ഞ് നീ സംസാരിച്ച, നീ മരിക്കാൻ കിടക്കുമ്പോ നിന്റെ നാവ് കൊണ്ടുള്ള സംസാരിപ്പിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനേക്കാളും വലിയ ഭാഗ്യമേതാ നമുക്ക് വേണ്ടത്? ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അല്ലാഹ് നമുക്ക് ഭാഗ്യം തരട്ടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു വെക്കുക. അള്ളാഹ് പൊരുത്തപ്പെടുന്ന വാക്കുകൾ മാത്രം പറയുക. എന്നിട്ട് മഹാന്മാര് പറയുകയാണ്, വമൻ സറഹ ലിസാനഹു വമൻ സറഹ ലിസാനഹു ഫീ അഅറാദിൽ മുസ്ലിമീൻ വത്തബഅ ഔറാതിഹിം അംസകല്ലാഹു ലിസാനഹു അനിശ്ശഹാദതി ഇൻദൽ മൗത്ത് മഅദല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. നിന്റെ കൂട്ടുകാരനായ മുസ്ലിമിന്റെ അഭിമാനം പിച്ച് ചീന്താൻ വേണ്ടിയിട്ട്, അവന്റെ കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടിയിട്ട് നിന്റെ നാവ് കൊണ്ട് നീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നീ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, ഹജ്ജ് ചെയ്തവനാണെങ്കിലും, സകാത്ത് കൊടുത്തവനാണെങ്കിലും, പാരങ്ങളെ പോലെ നന്മകൾ ചെയ്തവനാണെങ്കിലും, മരിക്കാൻ കിടക്കുമ്പോ നിന്റെ നാവിനെ അല്ലാഹ് പിടിച്ചു വെക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നൂറുകണക്കിന് ജനങ്ങള് ചുറ്റുഭാഗത്ത് നിന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യമുണ്ടാവില്ല. നമ്മുടെ നാവ് കൊണ്ട് അപരനായ മുസ്ലിമിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപരനായ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുഅ്മിനെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് അത് വലിയ മഹത്വമുള്ളതാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് അത് വലിയ മഹത്വമുള്ളതാണ്. നമ്മുടെ ഒരു വാക്ക് കാരണമായി അപരന്റെ അഭിമാനം ഇല്ലാതെയാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഹജ്ജത്തുൽ വിദാഇൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക എന്ന് പറയുന്ന ആ നാടിന്റെ പവിത്രത പോലെ, അറഫ ദിവസം എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ പവിത്രത പോലെ ഓരോ മനുഷ്യന്റെയും അഭിമാനത്തിന് പവിത്ര നൽകിയിട്ടുണ്ട്. അവൻ എത്ര ചെറിയവനാവട്ടെ, അവൻ പണമുള്ളവനാവട്ടെ, പണമില്ലാത്തവനാവട്ടെ, അവൻ ആരുമാവട്ടെ, അവൻ ഒരു മനുഷ്യനാണെങ്കിൽ, അവനൊരു മുസ്ലിമാണെങ്കിൽ അവന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം എന്നറിയോ? നമ്മൾ നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഉളൂ പോയി എന്ന് വെക്കുക. നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഉളൂ മുറിഞ്ഞ് എന്ന് വെക്കുക. ഫുഖഹാക്കൾ അവിടെ പറയുന്നുണ്ട്, ഒരാളുടെ ഉളൂ മുറിഞ്ഞാൽ അയാൾക്ക് പിന്നെ നിസ്കരിക്കൽ ഹറാമാണല്ലോ. ഉളൂ ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണല്ലോ. ഉളൂ ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണല്ലോ. പിന്നെ അവൻ എന്ത് ചെയ്യണം? നിസ്കരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഉളൂ പോയി, അവൻ എന്താ ചെയ്യാ? കൈ വിട്ടുങ്ങാണ്ട് പുറത്തേക്ക് പോയാൽ സ്വപ്പിൽ അടുത്ത ആളുണ്ടാവും. അയാള് വലിയ ഖുശൂവോട് കൂടി ഒന്നായിരിക്കും നിസ്കരിക്കുന്നത്. ഇയാളിങ്ങനെ സ്വപ്പെന്ന് പുറത്തേക്ക് പോകുമ്പോ ഇയാളെ മനസ്സിലാക്കി വരും, ഇയാളെ ഉളൂ മുറിഞ്ഞിനി. അപ്പൊ നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോ ഒരാളെ ഉളൂ മുറിഞ്ഞപ്പോ അടുത്തുള്ള ആള് അയാളെ ഉളൂ മുറിഞ്ഞതുകൊണ്ടാ അയാൾ പോയത് എന്നൊരു ചിന്ത വരും. അപ്പൊ അയാളുടെ അഭിമാനത്തിനോട് ക്ഷതം പറ്റുന്നുണ്ട്.
അല്ലെ 4 ആൾക്കാരെ മുന്നിൽ നമ്മൾ ഉളു പോവാന്ന് പറഞ്ഞാൽ അത് അവരറിയാന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനത്തിന് കുറച്ചിലല്ലേ അത്. അവിടെ ഫുഖാക്കൾ പറയുന്നു, നിസ്കാരത്തിൽ നിന്ന് നിന്റെ ഉളു മുറിഞ്ഞാൽ അവിടെ നീ പോകേണ്ടത് നിന്റെ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് നിസ്കാരത്തിൽ നീ പുറത്തേക്ക് പോകേണ്ടത്. എന്താ കാരണം? അപ്പൊ അടുത്തുള്ള ആൾ വിചാരിക്കും അയാൾ മൂക്കുന്നെന്തോ ചോരെന്തോ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് മൂക്ക് കഴുകാൻ വേണ്ടി പോയതാണ് ചിന്തിക്കും അയാൾ. അത്രത്തോളം അഭിമാനത്തിന്, ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് വില കൽപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. ആ മതത്തിൽ ജീവിക്കുന്ന, ആ മതത്തിന്റെ ഐഡിയയിൽ ജീവിക്കുന്ന, ആ മതത്തിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങളാകുന്ന നാം തീർച്ചയായും അപരനായ മനുഷ്യന്റെ അഭിമാനത്തിന് കോടാലി വെക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളെ വളരെയധികം നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ വാക്കുകളെ വളരെയധികം നമ്മൾ സൂക്ഷിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകും. നമ്മൾ ജീവിതത്തിൽ ചെയ്ത ധാരാളം സൽക്കർമ്മങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതെയായി പോകും. നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ, ഒരു മനുഷ്യൻ ചെയ്ത അമലുകൾ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആകാശ ലോകത്തേക്ക് ഉയരും, സ്പെഷ്യൽ വെള്ളിയാഴ്ചയും ഉയരുമെന്ന് ഹദീസിൽ കാണാം. സുബ്ഹാന ജല്ല വഅല. ആ സന്ദർഭത്തിൽ ഓരോ കടമ്പകൾ കടന്നിട്ടാണ് ആ വാക്കുകൾ ആകാശ ലോകത്തേക്ക് ഉയരുന്നത്. ആ സന്ദർഭത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു പരിശോധനയുണ്ട്. അഥവാ അന്യനിക്ക് ഇഷ്ടമില്ലാത്തത് അവൻ ഉള്ളതാണെങ്കിലും അവനക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയുണ്ട്. ആ പരിശോധന നടത്തുമ്പോ ഒരാളെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുത്തിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുന്നില്ല, മറിച്ച് ഭൂമിയിലേക്ക് തന്നെ ഇറക്കപ്പെടുകയാണ്. മുത്തുമിനീങ്ങളെ, ഈ തരത്തിൽ നമ്മൾ കൂട്ടി നോക്കിയാൽ, ഈ തരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ എത്ര നിസ്കാരങ്ങളും നോമ്പുകളും അല്ലാഹുവിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ നാവിനെ നാം സൂക്ഷിച്ച് നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ്, നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ്, ദിക്റുകൾ ചൊല്ലി, ഖുർആനുകൾ ഓതി, സലാത്തുകൾ ചൊല്ലി, ഇങ്ങനെ നന്മ ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ്, നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ നാവിനെ നാം ശ്രദ്ധിക്കുക. തമാശക്കും മറ്റുമൊക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവും മറ്റുമൊക്കെ പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് നാവിനെ നമ്മൾ ജാഗരൂകരാക്കുക. എന്നാൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, നമുക്ക് വണ്ണമായ വിജയം വരിക്കാൻ കഴിയും. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും. നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനായിരുന്നു, എത്ര വലിയ ഈമാനുള്ള വ്യക്തിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ വ്യക്തി പോലും പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല, നരകത്തിന്റെ തീ സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? എപ്പോഴും വായില് ഒരു കല്ലിട്ട് നടക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവരെ, ഒരു കല്ലെടുത്തിട്ട് തൊള്ളയിലിട്ട് നടക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കല്ലിട്ട് തൊള്ളയിലിട്ട് നടന്ന കാരണത്താൽ ബഹുമാനപ്പെട്ടവരുടെ തൊള്ളയിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങള് പറയേണ്ടി വന്ന ആ കല്ല് പുറത്തേക്ക് എടുത്തിട്ട് ബഹുമാനപ്പെട്ടവരെ സംസാരിക്കുമായിരുന്നു. അത്രത്തോളം നാവിനെ സൂക്ഷിച്ചു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ അടിയിലുള്ള ഒരു ധൂളിന് പോലും നമ്മുടെ ഈമാനത്തില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അത്ര പോലും സൂക്ഷിച്ച് സ്വർഗത്തിന് അവകാശിയല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർത്ത് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ജുമാ നിസ്കരിക്കുമ്പോഴേക്ക്, ഒരു റമളാനിൽ നോമ്പ് പിടിക്കുമ്പോഴേക്ക്, ഒരു 10,000 20,000 സ്വതക്ക കൊടുക്കുമ്പോഴേക്ക് നമ്മൾക്കൊരു ഗത്ത് വരികയാ,
കിബിർ വരികയാ, ഞാൻ സ്വർഗത്തിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാ. അടുത്ത പ്രാവശ്യം സംഭാവന ചോദിച്ചാ പറയൂ, മുമ്പത്തെ പ്രാവശ്യം ഞാൻ കൊടുത്തല്ലോ, പിന്നെ എന്നോട് എന്താ ചോദിക്കുന്നത് എന്ന്. കാരണം അവൻ ഉറപ്പിച്ച് സ്വർഗം കിട്ടി എന്ന്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല. സുബ്ഹാനല്ലാഹ്. നാവിനെ സൂക്ഷിച്ചു, കണ്ണിനെ സൂക്ഷിച്ചു, കയ്യിനെ സൂക്ഷിച്ചു, കാലിനെ സൂക്ഷിച്ചു, ജീവിതം സൂക്ഷിച്ചു. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ട വ്യക്തിയായി. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, എനിക്കൊരു കൂട്ടുകാരനില്ല, എനിക്കങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് അബൂബക്കറാ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അത്ര വലിയ മഹത്വമുള്ള സ്ഥാനത്തുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരത്തെ നിയന്ത്രിച്ചത് കൊണ്ടാണ് അത്ര വലിയ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ടവരെത്തിയത്. അതുകൊണ്ട് എന്റെ പാത്തൂരിലെ ഉമ്മ, പാത്തൂരിലെ ഉപ്പ, ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകളെ കുറിച്ച് ചിന്തിച്ച്, ഇനിയുള്ള കുറഞ്ഞ സമയം അള്ളാന്റെ ത്വഅത്തിലായി, അള്ളാഹുവിന്റെ തൃപ്തിയിലായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് ജീവിക്കാൻ തയ്യാറാവണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയുകയും ആലിമീങ്ങൾ എല്ലാവരും പറയുകയും ചിന്തിക്കേണ്ടിയുമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നും കൂടി എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയാ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് വേറെന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അതെല്ലാം വന്നു, എല്ലാം വന്നു. ഉമൂമാണ് ആ വാക്ക്, ഇത്തഖുല്ലാ എന്ന് പറയുന്ന വാക്ക്. ഉമൂമിൽ ഇബ്നു ഖാസ് പറയാണ് വഖൂലു ഖൗലൻ സദീദ എന്ന് എടുത്തു പറഞ്ഞു അല്ലാഹ്. കാരണം നാവ് കൊണ്ടുള്ള വിന, നാവ് കൊണ്ടുള്ള അപകടം, നാവ് കൊണ്ടുള്ള ആഫത്ത്, നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകള് അല്ലെ, യുദ്ധത്ത് പോലും സംഭവിക്കാം. നമ്മുടെ വാക്കുകൾ മോശമായ, നിസ്കാരത്തിന് മോശമാക്കി കണ്ടാൽ, റസൂലുള്ളാഹി തങ്ങളെ മോശമാക്കി പറഞ്ഞാൽ വാക്കിന് വലിയ വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഏതോ ഉമ്മ പ്രസവിച്ച ഒരു മോള്, ഏതോ ഉമ്മ പ്രസവിച്ച ഒരു മോന് ഇല്ലേ, ചില വാക്കുകൾ കൊണ്ട് അവര് ബന്ധം സ്ഥാപിക്കുകയാണ്. അവർക്ക് രണ്ടാൾക്കും തനിച്ച് വാതിൽ കുറ്റിയിട്ടിട്ട് റൂമിൽ ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യം ഒരു വാക്കിലൂടെ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ് ഇല്ലേ. സവ്വജതുക വഅൻകഹതുക എന്ന വാക്ക്. അതുകൊണ്ട് ഇസ്ലാമിൽ വാക്കിന് വലിയ സ്ഥാനമുണ്ട്. പണ്ടൊരു ചെല്ലുണ്ട്, എന്താണ്, പണ്ടൊരാള് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് ആനനും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, പാപ്പുണ്ട് കൂടെ. അപ്പൊ രണ്ടാൾക്കാരിങ്ങനെ നടന്നു പോവാ. അപ്പൊ ഒരാള് പറഞ്ഞ പോലെ ആനനൊന്ന് ചോദിക്ക്, പാപ്പനോട് ആനനൊന്ന് ചോദിക്ക്, കൂടെയുള്ള ആള് പറഞ്ഞു. അപ്പോ ഇയാള് പറഞ്ഞ പോലെ അയാളോട്, എങ്ങനെ ഇപ്പൊ ആനനെ ചോദിക്കുക, ആനനെ ചോദിച്ചാൽ അയാൾ തരുമോ ഞമ്മക്ക്, വെറുതെ ചോദിക്കണ്ടല്ലോ, വഷളാവാൻ ചോദിക്കണ്ടല്ലോ എന്ന് പറഞ്ഞോലെ അയാള്. അപ്പൊ അടുത്തുള്ള ആള് പറഞ്ഞോലെ, ചോദിക്ക്, കിട്ടിയാൽ ഒരു ആന, പോയാൽ ഒരു വാക്ക്. എങ്ങനെ നീ ചോദിച്ചിട്ട് കിട്ടിയാൽ ആനക്കാൾ തന്നാൽ ആന കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. പോയാൽ ഒരു വാക്കല്ലേ. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ ഓരോ വാക്കിനും വിലയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കിട്ടിയാൽ ഒരു ആന, പോയാൽ ഒരു വാക്ക് അല്ല. പോയത് ജീവിതമാണ്, അല്ലെങ്കിൽ ഈമാനാണ്, അമലാണ് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ വാക്കുകൊണ്ട് ഇവിടെ പലതും സംഭവിക്കും, ഇവിടെ പലതും നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളെ വളരെയധികം നാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞ് ബിസ്മില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് വേദി ഒഴിവാക്കി കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ, ഒന്നും കൂടി അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കുക. തമാശക്കും മറ്റൊക്കെ അല്ലെ, നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളെ സോപ്പിട്ടിട്ട് നമ്മൾ വെറുതെ ഒരു വാക്ക് പറയും. അത് മനസ്സിലില്ലാത്തൊരു വാക്കാണെങ്കിൽ ആ വാക്ക്
അതീദ് അലൈഹി ഇസ്ലാം രേഖപ്പെടുത്തും. അങ്ങനെ ഉണ്ടല്ലേ നമ്മള് എന്തൊക്കെ സുഖന്നല്ലേ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു എന്ന് പറയും നമ്മള്. വാസ്തവത്തിൽ ആൾ വന്നത് തന്നെ നമുക്ക് ദേഷ്യമായിട്ടുണ്ടാവും. പറയുന്ന എങ്ങനെ, നിങ്ങൾ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു, എത്ര സമയമായി നിങ്ങളെ ഞാൻ കാണായിട്ട്. ഓ അൽഹംദുലില്ലാ കണ്ടല്ലോ. വെറുതെ ഒരു വാക്ക് പറയാണ്. അങ്ങനെ വെറുതെ ഉള്ള വാക്കുകൾ നമ്മൾ ഉപേക്ഷിക്കുക, നല്ല വാക്കുകൾ മാത്രം പറയുക. വഖൂലു ഖൗലൻ സദീദ. അതിന് പല അർത്ഥങ്ങളും ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യം മാത്രം പറയാ, അതേപോലെ നീതിയായ വാക്ക് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. ഇങ്ങനെ പല പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നല്ലതൊക്കെ പറയാ എന്നും അതിനർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് ഞാൻ ആ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ വാക്കുകളും അവന്റെ പൊരുത്തം ഉദ്ദേശിച്ച് മാത്രം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.